കൂടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്ത് യുവതി കുത്തേറ്റ് മരിച്ച നിലയിൽ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന ചൂടിനൊപ്പം ഈർപ്പമുള്ള വായുവും ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമായേക്കാം. ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പകൽ 11 മണിക്ക് ശേഷം സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കരുതെന്നും ധാരാളം വെള്ളം കുടിക്കണം, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്നീ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കുത്തേറ്റ് മരിച്ച നിലയിൽ. വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയാണ് മരിച്ചത്. പുലർച്ചെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ സുഹൃത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്നു. ഈ സുഹൃത്തായിരിക്കാം കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹണിറോസിനെ അധിക്ഷേപിച്ച കേസിൽ ജയിലിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായങ്ങൾ നൽകിയ സംഭവത്തിൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ. 2 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ജയിൽ DGP അജയ്കുമാറിനെയും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെയുമാണ് സസ്പെൻഡ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി ജയിലിലെത്തി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെന്നാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ 56 വയസ്സിനുള്ളിലുള്ളവരെയും ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരായി നിയമിക്കാമെന്ന സർക്കാർ ഉത്തരവ്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവരുടെ ആവശ്യമെങ്കിൽ അക്കാദമിക് വർഷത്തിലെ അവസാന പ്രവൃത്തി ദിവസം വരെയും തുടരാൻ അനുവദിക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു. മൊബൈൽ ഫോൺ പിടിച്ചുവച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി വിദ്യാർത്ഥി. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. +1 വിദ്യാർത്ഥിയാണ് പ്രധാന അധ്യാപകനു നേരെ കൊലവിളി നടത്തിയത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല. ഇത് ലംഘിച്ച് സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നതിനെ തുടർന്ന് അധ്യാപകർ ഫോൺ പിടിച്ചുവെക്കുകയായിരുന്നു. ഫോൺ വാങ്ങിയതിലും വിദ്യാർത്ഥി പ്രശ്നമുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചത്. അവിടെ വെച്ചാണ് വിദ്യാർത്ഥി അധ്യാപകനെ തീർക്കുമെന്നും കൊല്ലുമെന്നുമുള്ള തരത്തിൽ ഭീഷണി ഉയർത്തി സംസാരിച്ചത്. സ്കൂളിന് പുറത്തേക്കിറങ്ങിയാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. അധ്യാപകർ ഇതുവരെ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതേസമയം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. ചികിത്സയിലായിരുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടു. ചൊവ്വാഴ്ച ഉച്ചയോടെ ഡിസ്ചാർജ് ആയ താരം വൈകിട്ടോടെയാണ് ആശുപത്രി വിട്ടത്. ബാദ്രയിലെ തന്നെ പഴയ വീടായ ഫോർച്യൂൺ ഹൈറ്റ്സിലായിരിക്കും താരം ഇനി താമസിക്കുകയെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകളെങ്കിലും ആശുപത്രി വിട്ട സെയ്ഫ് അലി ഖാൻ നേരെ പോയത് സദ്ഗുരു ശരണിലേക്കാണ്. ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹം ആക്രമിക്കപ്പെട്ടത്. താരത്തിന്റെ വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. RMS ഓഫീസുകളെ സ്പീഡ് പോസ്റ്റ് പ്രോസസിംഗ് ഹബ്ബുകളായി സംയോജിപ്പിക്കാനും രജിസ്ട്രേഡ് പോസ്റ്റ് സേവനങ്ങൾ സ്പീഡ് പോസ്റ്റ് സേവനങ്ങളുമായി ഏകോപിപ്പിക്കാനും തീരുമാനിച്ചതിന്റെ ഭാഗമായി രാജ്യത്തെ 312 RMS ഓഫീസുകളാണ് അടച്ചുപൂട്ടപ്പെടുന്നത്. അതിൽ 12 ഓഫീസുകൾ കേരളത്തിലാണ്. സംസ്ഥാനത്ത് വലിയ വിഭാഗം ജനങ്ങൾ ഉപയോഗിക്കുന്ന RMS അടച്ചുപൂട്ടുന്നത് തപാൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും മുഖ്യമന്ത്രി കത്തിൽ പങ്കുവച്ചു. കമ്മിറ്റി റിപ്പോർട്ടിലെ അപ്പീലുകളിൽ സുപ്രീം കോടതി ഉത്തരവ് ഈ മാസം 27-ന്. കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീലുകളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. പരാതികളില്ലാതെ കേസെടുത്തത് എന്തിനെന്നും ഇത് വിചിത്രമാണെന്നും സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. കുറ്റകൃത്യം നടന്നെന്ന് വ്യക്തമായാൽ പോലീസിന് കേസെടുക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി എന്നാൽ തെളിവുകളില്ലെങ്കിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെ പിന്തുണയ്ക്കാനാകില്ലെന്നാണ് നിരീക്ഷിച്ചത്.
കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും വിളകൾ നശിപ്പിക്കുന്നതിനു പുറമെ മനുഷ്യരുടെ ജീവനും ഭീഷണിയാകുന്നുണ്ടെന്നും ഹൈക്കോടതി. കാട്ടുപന്നി ശല്യം നേരിടാൻ നടപടി വേണം, ഇക്കാര്യത്തിൽ എന്താണ് നയമെന്ന് അറിയിക്കണമെന്ന വനം വകുപ്പ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. ജനവാസ മേഖലയിൽ കയറി വിളകളും മറ്റും നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുമതി നൽകാം. നിയന്ത്രണമില്ലാതെ കൊന്നൊടുക്കാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ വേണം കാട്ടുപന്നിയെ കൊല്ലാനെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 5-ന് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ട്. ഈ മാസം 27-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫെബ്രുവരി 1-ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ഫെബ്രുവരി 10-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കുംഭമേളയിൽ പങ്കാളികളാകും. ജനുവരി 27-ന് എത്തുന്ന അമിത്ഷാ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ഗംഗാപൂജ നടത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ സന്ദർശനം കണക്കിലെടുത്ത് ജാഗ്രത വർദ്ധിപ്പിച്ചതായും നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ എന്നിവ സന്ദർശിക്കുക.